இயேசுவில் அன்புக்குரிய சகோதர சகோதரிகளை, புனித வாரத்தில் நுழைந்திருக்கிற நாம் புனித வாரத்தினுடைய மனநிலையில் ஒவ்வொரு நாளும் ஒவ்வொரு சிந்தனையை சிந்தித்துக் கொண்டு இருக்கிறோம். அந்த வகையில் இந்த நாளிலும் அற்புதமான ஒரு சிந்தனையை சிந்திக்க இருக்கிறோம். எந்த சூழ்நிலையிலும் இயேசுவை மறுதலிக்க மாட்டேன் என்கிற சிந்தனையை சிந்தித்து இன்றைய நாள் பயணத்தை பயணிக்க இருக்கிறோம். இன்றைய சிந்தனையை நமக்காக வழங்கி இன்றைய பயணத்திற்கு பேருதவியாக வருகிறார் சுல்தான்பேட் மறைமாவட்ட ஆயரின் செயலர் அருட்தந்தை விஜய் அடிகளார் அவர்கள். வாருங்கள், அவருடைய சிந்தனையை கேட்டு இன்றைய நாள் பயணத்திற்கு അഴகு ചേർப்போம். ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ ഒരു വിദേശ ദമ്പതികളെ ഞാൻ കാണാനിടയായി. അപ്പോൾ കാഷ്വലായിട്ട് അവരോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ചോദിക്കുകയായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര സന്തോഷമായിട്ട് ഇത്തരം രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നത് എന്ന്, നിങ്ങളുടെ കുട്ടികളൊക്കെ എവിടെയാണ്? അപ്പോൾ അവർ പറഞ്ഞ മറുപടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യക്കാരാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയവും ജീവിതവും ചിലവഴിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. അവരൊരു പ്രായമായി കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ വഴിക്ക് അയച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് ഇങ്ങനെ ജീവിതം ആസ്വദിക്കും. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോഴും ശരിയാണല്ലേ, നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ഭാരതീയ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒത്തിരി ആകുലതപ്പെടുന്നവരാണ്. അവർക്ക് വേണ്ടി, അതായത് ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കത്തിലൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വേണ്ടി തങ്ങളുടെ ജീവിതം മാറ്റിവയ്ക്കുന്നവരാണ് നമ്മുടെ ഓരോ മാതാപിതാക്കളും. ഞാൻ കേട്ടിട്ടുള്ള ഒരു അനുഭവ കഥ ഇങ്ങനെയാണ്. ഒരു അപ്പനും അമ്മയും വളരെ പാവപ്പെട്ടവരാണ്, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ആഗ്രഹം അവർ കഷ്ടപ്പെടുന്നത് പോലെ അവരുടെ കുഞ്ഞ് കഷ്ടപ്പെടരുത്. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ അവനെ കൊണ്ടുപോയി ഒരു വലിയ സ്കൂളിൽ ചേർക്കുകയാണ്. ഇവർ അധ്വാനിച്ച് കൊണ്ടുവരുന്ന കാശ് മുഴുവനും ആ കുഞ്ഞിൻ്റെ പഠനത്തിന് വേണ്ടിയും അവൻ്റെ വസ്ത്രങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ചിലവഴിക്കുന്നുണ്ട്. ഒരു ദിവസം ഈ അപ്പൻ ഒത്തിരി സന്തോഷത്തോടെ മകനെ കാണുവാനായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിലേക്ക് പോകുമ്പോൾ മകനെ അവിടെ വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ മകൻ്റെ കൂട്ടുകാരെല്ലാവരും അവിടെ എത്തി. കൂട്ടുകാരെല്ലാവരും എത്തിയപ്പോൾ അവരെല്ലാവരും വലിയ വലിയ കുടുംബങ്ങളിലെ ആൾക്കാരാണ്, വലിയ വലിയ കാറുകളിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ അപ്പൻ അവിടേക്ക് ചെന്ന് കയറിയപ്പോൾ ആ കുഞ്ഞിൻ്റെ കൂട്ടുകാർ ചോദിക്കുകയാണ്, ആരാണ് ഇത്? അപ്പന് വലിയ സന്തോഷമാണ്, അഭിമാനമാണ്. മോനിതാ പറയാൻ പോവുകയാണ് ഇതെൻ്റെ അപ്പനാണ് എന്ന്. പക്ഷേ അപ്പൻ്റെ പ്രതീക്ഷയെല്ലാം തകിടം മറിച്ചുകൊണ്ട് മോൻ പറഞ്ഞത് ഇതെൻ്റെ വീട്ടിലെ വേലക്കാരനാണെന്നാ. ഒത്തിരി ഹൃദയം തകർന്നുകൊണ്ട് ആ അപ്പൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാ പറയുന്നേ. അപ്പനെ അറിയാവുമല്ലേ അതിൻ്റെ വേദന എന്താണെന്ന്. ബൈബിളിലേക്ക് വരുമ്പോഴും നമ്മുടെ അപ്പൻ കർത്താവ് ക്രിസ്തു ഇതുപോലെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പത്രോസ് 3 പ്രാവശ്യം അവനെ തള്ളിപ്പറയുമ്പോഴുള്ള ഒരു വേദന, അത്രയും വർഷക്കാലം കൂടെ ചേർത്ത് പിടിച്ച് എല്ലാത്തിലും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ എല്ലാ ഘടകങ്ങളിലും കൂടെ ഉണ്ടായിരുന്നവനാണ് പത്രോസ്. പക്ഷെ അവസാന നിമിഷം അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവൻ ക്രിസ്തുവിനെ തള്ളിപ്പറയുകയാണ് 3 പ്രാവശ്യം. ക്രിസ്തു പ്രതീക്ഷിതമാണ്. അവനും ആരുടെ മുമ്പിൽ ക്രിസ്തു പത്രോസിനെ ഒതുക്കി വയ്ക്കുന്നില്ല. കാരണം അപ്പനറിയാം മക്കളുടെ ജീവിത നിലപാട് എന്താണെന്നും മക്കളുടെ ഭാവം എന്താണെന്നും. എന്നാലും ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ ഹൃദയവും പൊടിഞ്ഞു കാണും. പത്രോസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ആദ്യം പറഞ്ഞ അപ്പൻ്റെയും മകൻ്റെയും കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മുടെ കാര്യത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി വന്നാലോ? പലപ്പോഴും ഇതുപോലെ നമ്മുടെ അപ്പനെ, നമ്മുടെ ക്രിസ്തുവിനെ നമ്മൾ പലരുടെയും മുമ്പിലും തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പല സന്ദർഭങ്ങളിൽ നമ്മൾ ക്രൈസ്തവരാണെന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി കൊണ്ട് നമ്മൾ പുറത്ത് കാണിക്കാതെ നമ്മൾ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്ത്യാനിയെക്കുറിച്ചും ആരെങ്കിലുമൊക്കെ കുറ്റം പറയുമ്പോൾ അവരുടെ പക്ഷം ചേർന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ ക്രിസ്തുവിനെയും തള്ളി പറഞ്ഞിട്ടുണ്ടാകും അല്ലേ? സാരമില്ല, എന്തായാലും ക്രിസ്തു നമുക്ക് രണ്ടാമതൊരു ചാൻസ് തരും. അതാണ് തിബേരിയൂസ് നദിയിലുള്ള ആ ഒരു സംഭവം. പത്രോസ്, ഉദിതനായ ക്രിസ്തു അവൻ്റെ അടുത്ത് വന്നത് ചോദിക്കുകയാണ്, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നു? 3 പ്രാവശ്യമാണ് ചോദിക്കുന്നത്. തള്ളിപ്പറഞ്ഞത് 3 പ്രാവശ്യമാണെങ്കിൽ 3 പ്രാവശ്യം അതേ പത്രോസിനെ കൊണ്ട് അവൻ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയിപ്പിക്കുകയാണ്. മക്കളെ, നമ്മളെല്ലാവരും മനുഷ്യരാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ബലഹീനരാണെന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പാപത്തിലേക്ക് വീണു പോകും. പാപത്തിൻ്റെ ഒരു ശക്തി നമ്മളിലേക്ക് വരും. കാരണം അത്രയ്ക്കും നമ്മൾ ആദി മാതാപിതാക്കളിൽ നിന്നും നമ്മളിലേക്ക് ലഭിച്ച ആദി പാപം. അത് മാത്രമല്ല, നമ്മൾ ഈ ഭൂമിയിലേക്ക് ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മളിലേക്ക് ലഭിക്കുന്ന പാപത്തിൻ്റെ ഓരോ കണികകൾ നമ്മളിലേക്ക് എത്തപ്പെടും.
ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുകയാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? പത്രത്തിലൂടെയും ടി വിയിലൂടെ നോക്കുകയാകുമ്പോഴത്തേക്കും അപ്പനെയും അമ്മയെയും വെട്ടിക്കൊല്ലുന്ന കുഞ്ഞുങ്ങളെ, സ്വന്തം അപ്പനും അമ്മയ്ക്കും വില കൊടുക്കാതെ അവരെയൊക്കെ തള്ളിപ്പറയുന്ന മക്കൾ, അവരെങ്ങനെയാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. എന്തുമായിക്കൊള്ളട്ടെ, ആരെയും വിമർശിക്കേണ്ട, ആരെയും കുറ്റപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരിക, ഒന്ന് നോക്കുക. ഞാൻ എൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ഒരു കാര്യം നമ്മൾ ഈ തപസ്സുകാലത്തിൽ, ഈ ദിവസത്തിൽ തീരുമാനിക്കണം. ആരൊക്കെ എൻ്റെ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാലും ഞാൻ എൻ്റെ ക്രിസ്തുവിനെ തള്ളിപ്പറയില്ല. കാരണം എന്താണെന്നറിയാവോ? ഈ ഭൂമിയിൽ എന്നെ ആരൊക്കെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാതെ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവനാണ് എൻ്റെ അപ്പനായ കർത്താവായ ക്രിസ്തു. ഭൂമിയിലുള്ള എൻ്റെ അപ്പനെയും എൻ്റെ അമ്മയെയും ഞാൻ സ്നേഹിക്കണം. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിലുപരിയായിട്ട് തന്നെ എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കണം, ഞാൻ സ്നേഹിക്കും. ഒരിക്കലും ഒരു കാരണവശാലും എൻ്റെ ക്രിസ്തുവിനെ ഞാൻ ഉപേക്ഷിക്കില്ല, തള്ളിപ്പറയില്ല. ആരുടെ മുമ്പിൽ അവൻ ഞാൻ കുറച്ച് കാണിക്കുകയില്ല. അവൻ എൻ്റെ ദൈവമാണ്, എൻ്റെ അപ്പനാണെന്നതിൽ ഞാൻ അഭിമാനം കൊള്ളും എന്നൊരു കാര്യം നമ്മൾ ഈ തപസ് കാലത്തിൽ, ഈ വിശുദ്ധ വാരത്തിൽ, ഈ പുണ്യമായ ദിവസത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മളവൻ അപ്പനാണെന്ന് അംഗീകരിക്കുമ്പോൾ അവൻ നമ്മെ അവൻ നെഞ്ചോട് ചേർത്ത് വയ്ക്കും. നമ്മുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും വേദനകളുമൊക്കെ അവൻ സ്വീകരിച്ചിട്ട് അവൻ നമുക്ക് അവൻ്റെ കൃപയും അവൻ്റെ അഭിഷേകവും അനുഗ്രഹവും ധാരാളമായി നൽകും. അങ്ങനെ അഭിഷേകവും കൃപയും അനുഗ്രഹങ്ങളും ധാരാളമായി നിറഞ്ഞ ഒരു തപസ് കാലത്തിൻ്റെ അവസാനമായിട്ടുള്ള വിശുദ്ധ വാരം നിങ്ങൾക്ക് നേരുന്നു. ഒരു വലിയ ഒരു ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ നേരിട്ട് കൊണ്ടുവന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതാവായ ദൈവമേ, വിശുദ്ധ വാരത്തിലൂടെ ഞങ്ങളിതാ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കർത്താവേ, നിന്നെ ഞങ്ങളുടെ അപ്പനായി സ്വീകരിച്ചുകൊണ്ട് ഏതെങ്കിലും നിമിഷത്തിൽ നിന്നെ തള്ളി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കുകയാണ് കർത്താവേ. ഞങ്ങൾക്കറിയാം, എത്ര തന്നെ ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നിലേക്ക് തിരികെ വരുമ്പോൾ നീ ഞങ്ങളെ സ്വീകരിക്കുമെന്നും നെഞ്ചോട് ചേർത്ത് വയ്ക്കുമെന്നും ധൂർത്തപുത്രൻ്റെ ഉപമയിൽ കാണുന്നത് പോലെ, ആ അപ്പൻ മകന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം കർത്താവേ. ഞങ്ങളെ ഒരുക്കണമേ. ആത്മീകമായും ശാരീരികമായും വരാൻ പോകുന്ന ഉദ്ധാന മഹോത്സവത്തെ സ്വീകരിക്കുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ ഉദ്ധാനം ഒത്തിരി മഹോന്നതമായിട്ട് ആഘോഷിക്കുവാനായിട്ട്, അതിനേക്കാളും ഉപരിയായിട്ട് ജീവിതത്തിൽ ഒരിക്കലും ക്രിസ്തുവിനെയും സ്വന്തം മാതാപിതാക്കളെയും തള്ളിപ്പറയാതിരിക്കുവാനായിട്ടുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.